പലപ്പോഴും ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഒന്നും നടക്കാറില്ല. ചില സമയത്ത് ആശിപ്പിച്ച് അങ്ങ് ഇവര് കടന്നു ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണല്ലോ. അങ്ങനെ പിടിയാലെ ഇവരെ കൊണ്ട് വന്ന സ്ഥലം ആട്ടോ ഇത്. ഈ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പീസ്ഫുൾ ആയതും മനോഹാരിതമേറിയ സ്ഥലം ആട്ടോ ഇത്. ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. റൂമി വർണ്ണിക്കുന്നത് എന്താണെന്നറിയോ? പാറ വേർക്കുന്നതാണെന്ന്. മഴ പെയ്ത് കിടക്കുന്ന കാരണം കൊണ്ട് നല്ല തെന്നലുണ്ടായിരുന്നേ. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തളർത്താനാവില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾ രണ്ടു കാലും അങ്ങ് ഉറപ്പിച്ച് ചവിട്ടി. പിന്നിപ്പോയാ പിന്നെ തീർന്നില്ലേ. ഇതും ഇതിന്റെ അപ്പുറം ചാടി കടന്നവനാണ്. ഈ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷ്മതയോടെയും നിരീക്ഷണത്തോടെയും ഞങ്ങൾ അങ്ങ് ചവിട്ടി. അതുകൊണ്ട് കിട്ടിയ ഗുണമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും മഴ പെയ്തെന്നേ. വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് മഴ പെയ്തത് എല്ലാവരും ആദ്യം ഒന്ന് പാനിക്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് എന്തായാലും വന്നതല്ലേ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. പാറ നല്ല തെന്നി കിടക്കണ കാരണം കൊണ്ട് ഉമ്മിക്കും താഴോട്ട് വിടാൻ നല്ല പേടി ഉണ്ടായിരുന്നു. അവസാനം അവരെ കൺവിൻസ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിയതും കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഞാനും റുമിയും മാത്രമേ ആദ്യം ഇറങ്ങിയിട്ട്. മുത്തിനെ അച്ഛനും ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ അവര് വരണമെന്ന് പറഞ്ഞാറും കൊണ്ട് റുമി പോയി കൂട്ടിക്കൊണ്ട് വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോഴേക്കും മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പിള്ളേരാണെങ്കിൽ ഇവിടെ ചാടി കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഒരു ഡൗട്ടാണ്, ഈ ഭൂതത്തങ്കട്ടിന് ആരായിരിക്കും ഈ പേരിട്ടത്? ശരിക്കും ഇവിടെ ഭൂതം വല്ലതും കാണോ? ഞാൻ വിചാരിച്ചു കുറച്ച് എസ്തെറ്റിക് ആയിട്ട് അങ്ങ് വീഡിയോ എസ്തെറ്റിക്. അതാണല്ലോ മീ. ചെന്ന സമയത്ത് കൂട്ടുകൂടിയിരുന്ന ഈ പ്രാവുകളാണ്. കുറച്ച് കഴിഞ്ഞപ്പം പിണക്കം കൂടി അപ്പറേ ഇപ്പറേ. പിന്നെ ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു ചേട്ടൻ നിന്ന് മീൻ പിടിക്കണ്ടായിരുന്നു. പിന്നെ ഡാമിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് ഇതാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എന്ത് വെറുപ്പീരാ. അടുത്തൊരു വീഡിയോട് കൂടി ഞാൻ ഈ വ്ലോഗ് അങ്ങ് അവസാനിപ്പിക്കുന്നതാണ്. ഞങ്ങൾ ഈ ഭൂതത്തങ്കട്ട് വരുമ്പോ ഉണ്ടല്ലോ ഇവിടെ വൻ തിരക്കാണ്. പാർക്കിലൊക്കെ വെച്ച് നിറച്ച ആൾക്കാരായിരിക്കും. വൈകിട്ടൊക്കെ ആകുമ്പോ പറയേ വേണ്ട. ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഏരിയയില് ഇവിടേക്ക് പാട്ട് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. എന്ത് തിരക്കാരെന്നറിയോ. ഞങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ബോട്ടിങ്ങിന് വരെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടോ ഒരു ഭൂതത്തങ്കട്ട് പോയിട്ട് ഞങ്ങൾ എന്താ കഴിച്ചെന്നറിയാം. കൊറോണയ്ക്കൊക്കെ മുമ്പ് ഞങ്ങൾ ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ ഒരറ്റം ഇങ്ങേയറ്റം വരെ കൊറേ കടകളായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ 1, 2, 3 കടകൾ എന്തോ ഉണ്ടായിരുന്നുള്ളേ. ഞങ്ങളാണെങ്കിൽ അവിടുന്ന് വാങ്ങിയത് കോളിഫ്ലവർ ബജിയും മുളക് ബജിയായിരുന്നു. പിന്നെ ആരേലും എന്തേലും വാങ്ങിച്ചാൽ കൈയിട്ട് വാരൽ ഒരു ഹോബിയാണ് ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പം അതാ നിൽക്കുന്ന ഒരു അതിഥി. ആരാന്നറിയാവോ? നമ്മുടെ സ്വന്തം കൊരങ്ങച്ചൻ. ആളെ ഞങ്ങളുടെ ഒപ്പം കളിക്കാനൊക്കെ കൂടി. പക്ഷെ മൂപ്പർക്ക് തീരെ അനുസരണയില്ല. വണ്ടി വരുമ്പോ ഒതുങ്ങി നിക്കണ്ടേ. പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് ഐസ്ക്രീം ചേട്ടനെയായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങണ്ടേ. ഞാൻ എങ്ങനെയൊക്കെ ആയിട്ട് ഐസ്ക്രീം കഴിക്കാറ്. നമ്മൾ ഈ കോൺ ടോപ്പ് തുറക്കുമ്പോ ആ കവർ നക്കുമ്പോ കിട്ടുന്ന സുഖമൊന്നും വേറെ ഒന്നിനും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുഞ്ഞും വേണ്ടല്ലോ വീട്ടിലുള്ള പാത്രമൊക്കെ കൊണ്ടിട്ട് മറച്ചു വെക്കുന്ന ഏർപ്പാടേ കാണാം. അതായത് നമ്മുടെ പഴയ പാത്രം കൊണ്ടേ പുതിയ പാത്രം വാങ്ങുന്ന ഏർപ്പാടേ.